ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിക്കാന്ന് കരുതിയോ? നിന്നേക്കാൾ മുമ്പേ ഈ ദീപം ഞാൻ അവിടുത്തെ കൽവിളക്കി കൊണ്ടുപോയി കത്തിക്കും, അനുഗ്രഹം വാങ്ങുകയും ചെയ്യും. എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിക്കാന്ന് കരുതിയോ? നിന്നേക്കാൾ മുമ്പേ ഈ ദീപം ഞാൻ അവിടുത്തെ കൽവിളക്കി കൊണ്ടുപോയി കത്തിക്കും, അനുഗ്രഹം വാങ്ങുകയും ചെയ്യും. എഴുന്നേറ്റായിരുന്നോ? എന്തൊരു ഉറക്കമായിരുന്നു. ഞാൻ എണീക്കില്ലെന്ന് നീ കരുതിയോ? ഒറ്റയ്ക്ക് ദീപം കത്തിച്ച് കൽവിളക്കി കൊണ്ടുപോയി വെച്ച് അനുഗ്രഹം വാങ്ങാന്ന് കരുതിയോ? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉള്ളതാ. ഈ വഴിപാട് പൂർത്തിയാക്കുന്നവർക്ക് മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹം ഞാൻ തന്നെ വാങ്ങിക്കും. നല്ല കാറ്റാണല്ലോ തിരുമേനി. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. കാറ്റില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പൂജ പൂർത്തിയാക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടുമില്ല. ഇവിടെ നിന്നും ഞാൻ കൊളുത്തിത്തരുന്ന ദീപം കാറ്റിലണയാതെ ആ കൽവിളക്കിൽ കൊണ്ടുപോയി കത്തിക്കണം. അത് കത്തിക്കുന്നവർക്ക് മാത്രമേ പൂർണ്ണകുംഭം അഭിഷേകം ചെയ്യാനുള്ള അവസരം കിട്ടൂ. മഹാദേവനും പാർവതീദേവി അനുഗ്രഹിച്ചാൽ പിന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. ഞാൻ ദീപം പകർന്നു തരാം. അനുഗ്രഹിക്കണേ. മനസ്സിൽ നാമജപമല്ലാതെ മറ്റൊരു ചിന്തയും പാടില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞത് ഇയാളെങ്ങനെ അറിഞ്ഞു? പൂജാരി ആള് കൊള്ളാലോ. മനസ്സ് ശുദ്ധമായിരിക്കണം. അശുഭചിന്തകൾ ഒന്നും പാടില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല തിരുമേനി. ഇനി മറ്റു വല്ലവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോന്നറിയില്ല. ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. എല്ലാം തീരുമാനിക്കുന്നത് മഹാദേവൻ തന്നെയാണ്. പ്രാർത്ഥിച്ചോളൂ. മഹാദേവ ഭഗവാനെ, ഇവരെ അനുഗ്രഹിക്കണമേ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കാറ്റിന്റെ ദിശ നോക്കണം. അതിനനുസരിച്ച് വേണം നടക്കാൻ. പടിഞ്ഞാറൻ കാറ്റ് വളരെ ശക്തമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ കയ്യിലെ ഈ ദീപത്തിന്റെ ശക്തി. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദീപം അണയില്ല. ഇനി നടന്നോളൂ. എല്ലാം ശുഭമായി വരും. ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ. മഹാദേവ.
അവരെ കണ്ടില്ലല്ലോ തിരുമേനി. വരും. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അവരിപ്പോ വരും. ദൈവമേ, എങ്ങനെയെങ്കിലും ഇവളുടെ കയ്യിലെ ദീപം അണഞ്ഞാ മതിയായിരുന്നു. ഭഗവാനെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വഴിപാട് പൂർത്തിയാക്കാൻ കഴിയണേ. പുറത്തെ കൽവിളക്കിലാണ് ദീപം തെളിയിക്കേണ്ടത്. ശരി സ്വാമി. ശരി, നടന്നോളൂ.